നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട ഒരു നിർണായക വാർത്ത പുറത്തുവരികയാണ്. നിമിഷപ്രിയയുടെ വധശിക്ഷ ഈ മാസം 24-നോ 25-നോ നടപ്പിലാക്കിയേക്കും എന്നൊരു വിവരം പുറത്തുവരികയാണ്. സുപ്രീം കോടതിയിൽ KA പോൾ എന്ന അഭിഭാഷകനാണ് ഹർജിയുമായി എത്തിയിട്ടുള്ളത്. നിമിഷപ്രിയ കേസിലാണ് നിർണായക വഴിത്തിരിവ് വന്നിരിക്കുന്നത്. 3 ദിവസത്തേക്ക് മാധ്യമങ്ങളോട് ഈ വിവരം റിപ്പോർട്ട് ചെയ്യരുത് എന്ന് ആവശ്യപ്പെടണമെന്നടക്കമുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നിമിഷപ്രിയയുടെ ആവശ്യപ്രകാരമാണ് താൻ ഹർജിയുമായി സുപ്രീം കോടതിയിൽ എത്തിയത് എന്നടക്കമുള്ള കാര്യവും പറയുന്നുണ്ട്. വധശിക്ഷ 24-നോ 25-നോ നടപ്പാക്കും സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുകയാണ് KA പോൾ. വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് വിലക്കണമെന്നും ഹർജിയിൽ പറയുന്നുണ്ട്. എന്തായാലും നിമിഷപ്രിയയുടെ കേസിൽ നിർണായക വഴിത്തിരിവ് വരുമ്പോൾ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. ഇന്ന് ഓഗസ്റ്റ് 22 ആവുകയാണ്. 24-നോ 25-നോ വധശിക്ഷ നടപ്പിലാക്കും എന്ന് നിമിഷപ്രിയ തന്നെ അറിയിച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഇതിന്റെ നിർണായക നീക്കമെന്ന് അറിയേണ്ടതുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ മാസം 16-ാം തീയതിയാണ് ഇത്തരത്തിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കുമെന്ന് യമൻ കോടതി അറിയിച്ചിരുന്നത്. എന്നാൽ കാന്തപുരത്തിന്റെ അടക്കം അവസാന നിമിഷത്തെ നിർണായകമായ ഇടപെടലിനോട് തുടർന്നാണ് ഈ വധശിക്ഷയുടെ തീയതി നീട്ടിവെക്കുകയുണ്ടായിരുന്നു. അപ്പോൾ കൃത്യമായി തന്നെ ഈ മഹദിയുടെ കുടുംബം, സഹോദരൻ കൃത്യമായി പറഞ്ഞിരുന്നു, നീട്ടിവെച്ചതിൽ അത്ഭുതമില്ല, കാരണം നീട്ടിവെക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു എന്ന് പറയുന്നു. എന്നാൽ നീട്ടിവെക്കപ്പെടൽ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്, അത് റദ്ദാക്കുകയല്ല ചെയ്തത് എന്ന് കൃത്യമായി തന്നെ മലയാളത്തിലും അതുപോലെ തന്നെ അറബിയിലും ഒക്കെ തന്നെ മഹദിയുടെ സഹോദരൻ ഇതിൽ കൃത്യമായി തന്നെ പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, നിരന്തരം മഹദിയുടെ കുടുംബം ഈ ശിക്ഷാ നടപടി എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചിരിക്കുന്നു. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് ഹർജി വരുന്നത്. സുപ്രീം കോടതിയിൽ ഈ KA പോൾ എന്ന് പറയുന്ന ഇയാളെ കുറിച്ച് നേരത്തെയും പലതരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു. പലതരത്തിൽ ഇയാൾ ഈ സാമ്പത്തികമായി തന്നെ പിരിവ് നടത്തുന്നുണ്ട് എന്നൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ഒപ്പം അതുപോലെ തന്നെ അത് കേന്ദ്ര മന്ത്രാലയം തന്നെ, ദേശീയ മന്ത്രാലയം തന്നെ അത് വിലക്കുന്ന സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും തലാൽ അബ്ദു മഹദിയെ കൊലപ്പെടുത്തിയതിന് നിമിഷപ്രിയയുടെ വധശിക്ഷ ഉടൻ തന്നെ നടപ്പിലാക്കുമെന്നൊരു വാർത്തയാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്നത്. കൃത്യമായി തന്നെ പറയുകയാണെങ്കിൽ അധികം മാധ്യമങ്ങളോട് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യരുത് എന്നാണ് പറയുന്നത്. അങ്ങനെ റിപ്പോർട്ട് ചെയ്യാതെ വരികയാണെങ്കിൽ വീണ്ടും ചർച്ചയാകും. ഈ ഒരു കേസ് മാറ്റിവെക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും അധികം ശിക്ഷയ്ക്ക്, അതായത് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ മുന്നോട്ട് പോകേണ്ട സാഹചര്യം ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാ പഴുതുകളും അടഞ്ഞിരിക്കുന്നു. നിമിഷപ്രിയയുടെ വധശിക്ഷ എത്രയും വേഗം നടപ്പിലാക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു. ഓഗസ്റ്റ് 24-നോ 25-നോ ശിക്ഷാവിധി നടപ്പിലാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്നത്.